മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ബന്ധങ്ങളിൽ ഒരുപാട് മാറ്റം വന്ന ഒരു കാലഘട്ടമാണ്. ഈ മാറ്റത്തിൽ ഏറെ ദുഃഖിക്കുന്നത് പ്രായമായ മാതാപിതാക്കളാണ്. അവർ അവഗണിക്കപ്പെടുന്ന അനുഭവം, അതുപോലെ തന്നെ ഏകാന്തത അനുഭവിക്കുന്ന സാഹചര്യം. എന്നാൽ ഒരു നല്ല കുടുംബത്തെ നമുക്കിന്ന് പരിചയപ്പെടാം. അമ്മയെ ദൈവസ്ഥാനത്ത് കരുതുന്ന, അപ്പനെ ദൈവത്തെ പോലെ കരുതുന്ന ഒരു നല്ല കുടുംബം. താമരശ്ശേരി രൂപതയിൽപ്പെട്ട പൂതമ്പാറ ചെറുപുഷ്പ ദേവാലയ ഇടവകയിലെ കളത്തൂർ കുടുംബമാണ്. കൊച്ചപ്പച്ചൻ എന്ന പിതാവും അതുപോലെ തന്നെ അന്നമ്മ എന്ന അമ്മയും അവരുടെ കുടുംബമാണ്. ദൈവം അവർക്ക് 9 മക്കളെ നൽകി. എന്നാൽ അതോടൊപ്പം അവർ ചെയ്ത വലിയ ഒരു നന്മയാണ് ആരും സംരക്ഷിക്കാനില്ലാത്ത സാഹചര്യമുള്ള ഒരു മകനെ 10ാമത്തെ മകനായി തെരഞ്ഞെടുത്ത് വളർത്തി വലുതാക്കി ആ കുടുംബം ഇന്ന് 10ാമത്തെ ഒരു മകനായി കുടുംബമായി ഇവിടത്തോടൊപ്പം ചേരുന്ന അനുഭവം. ആ കുടുംബത്തിൻ്റെ നന്മ, മാതാപിതാക്കളുടെ നന്മയാണ് ഇവിടെ പ്രകടമാകുന്നത്. അപ്പോൾ ശരിക്കു പറഞ്ഞ 10 മക്കൾ, അവരുടെ മക്കൾ തന്നെയാണ്. അമ്മായിയമ്മയായിട്ട് കാണാതെ അമ്മയായിട്ട് കരുതുന്ന അനുഭവം, ദൈവം ഇറങ്ങി വസിക്കുന്ന അനുഭവം. ആ കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് കളത്തൂർ അന്നമ്മ ജോസഫിന്റെ ഭവനം. കോഴിക്കോട് ജില്ലയിലെ പൂതമ്പാറയിലാണ് ഇവരുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. ലിറ്റിൽ ഫ്ലവർ ചർച്ച് പൂതമ്പാറയാണ് ഇവരുടെ ഇടവക ദേവാലയം. ഇതാണ് അന്നമ്മ ജോസഫ്. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ദൈവിക ആനന്ദം സ്വീകരിച്ച് അത് കുടുംബത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ് ഈ അമ്മ. പ്രിയ സഹോദരങ്ങളെ, നമ്മോടൊപ്പം അന്നമ്മ അമ്മച്ചി ഉണ്ട്. 94 വയസ്സ് പൂർത്തിയാവുകയാണ്. വിവാഹ ജീവിതം 77 വർഷത്തെ ജീവിതം. ഇതിനോടിടയ്ക്ക് ഭർത്താവ് 15 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. നമുക്ക് ഈ അമ്മയുടെ, നമ്മോട് പറയാനുള്ള അമ്മയുടെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കേൾക്കാം. അമ്മയോട് ചോദിക്കട്ടെ, ഈ അമ്മയുടെ ജീവിതത്തിലെ, ഈ വിവാഹ ജീവിതത്തിൽ ഇത്രയും വർഷം പിന്നിട്ടു, ഇപ്പോൾ ഏറെ സന്തോഷമാണോ? ആണെങ്കിൽ അത് എന്തുകൊണ്ടാണ്? സന്തോഷം. പിള്ളേരെന്നെ നന്നായിട്ട് നോക്കുന്നു. എല്ലാരും നോക്കുന്നു. എല്ലാ മക്കളും നല്ലതുപോലെ നോക്കുന്നു. ആണും പെണ്ണും എല്ലാരും നോക്കുന്നു. എനിക്ക് യാതൊരു തരത്തിലുള്ള ഒരു വിഷമങ്ങളും അവർ വരുത്തുന്നില്ല. ഈ മക്കളെ അന്ന് വളർത്തിയെടുക്കാൻ വേണ്ടി 9 മക്കളെ പ്രസവിച്ചു. അന്നത്തെ കഷ്ടപ്പാടുകളും അതെല്ലാം
ദൈവം ഏറ്റവും ഭംഗിയായി ചെയ്തു. ആ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെ തോന്നുന്നു അന്നത്തെ കാലഘട്ടം? ഇന്നത്തെ കാലഘട്ടം നമുക്ക് ഇപ്പം വലിയ ഇത് വരാം. അന്നത്തെ ഓർക്കുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അത് ഞങ്ങൾ ആദ്യം ഇവിടെ താമസിച്ചിട്ട് തിരിച്ച് നാട്ടിൽ പോയി. പിന്നെ 10-12 വർഷം കഴിഞ്ഞാണ് ഇങ്ങോട്ട് വരുന്നത്. എന്നാലും പിള്ളേരെല്ലാം അറിവായി. നേരം ചേട്ടനും ചേച്ചി ഇവിടെ താമസമുണ്ട്. ധൈര്യമായിട്ട് എൻ്റെ ഭർത്താവ് പറഞ്ഞു, ചേട്ടനെ അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോയിരുന്നു, നാട്ടിൽ നിൽക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ഞങ്ങൾ 2 കുട്ടികൾ ചേട്ടൻ്റെ അനിയനും കൂടെ ഒക്കെ താമസിച്ച് കൃഷി ചെയ്തു. അങ്ങനെ പണിയിപ്പിച്ച് സമാധാനത്തോടെ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ അമ്മയുടെ പഴയകാലത്തെ ജീവിതം കഷ്ടപ്പാടിന്റെ, അതുപോലെ തന്നെ കഠിനാധ്വാനത്തിന്റെ, അച്ചടക്കമുള്ള ജീവിതത്തിന്റെ, വിശ്വാസ ജീവിതത്തിന്റെ ഒക്കെ അനുഭവമാണ്. ഇന്നതുകൊണ്ട് മക്കളെല്ലാവരും അമ്മയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന അനുഭവമാണ്. അതിന്റെ സന്തോഷമാണ് അമ്മയ്ക്കുള്ളത് ഈ 94-ാം വയസ്സിൽ. മാതൃസ്നേഹത്തിൻ്റെ വിലയെറിഞ്ഞ മക്കൾ. മക്കൾക്ക് അമ്മയെക്കുറിച്ച് പറയാൻ ധാരാളമുണ്ട്. ഞാൻ ഈ വീട്ടിലെ ഏറ്റവും മൂത്ത മകളാണ് അമ്മയുടെ. ഞങ്ങൾ 2 പേരാണ്, ട്വിൻസാണ്. ഒരാളെ നാട്ടിൽ എരുമേലിലാണ് കെട്ടിച്ച്, ഞാൻ വെലങ്ങാട്ടിൽ. അവിടുത്തെ സെൻറ്റ് ജോർജ് ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ TJ ആൻ്റണി എന്ന് പറഞ്ഞ ആളെ എന്നെ കല്യാണം കഴിച്ചത്. എനിക്ക് 3 മക്കളാണ്. മൂത്ത മോള് ജാനീസ് തിരുവനന്തപുരത്ത് +2 പഠിപ്പിക്കുക. ഇപ്പോൾ അവൾ ഡെപ്യൂട്ടേഷനിൽ കോഴിക്കോട്ട് BRC ജോലി ചെയ്യുന്നു. ഭർത്താവ് മാറുവാൻസി പ്രൊഫസറായിരുന്നു. ഇപ്പോൾ അവൻ NIT-യിൽ. 2ാമത്തെ മോള് ജോയ്സ് വെലങ്ങാട്ടി പഠിപ്പിക്കുക, സെൻറ്റ് ജോർജ് ഹൈസ്കൂളിൽ. കെട്ടിച്ചത് നിലമ്പൂര്, ഭർത്താവ് അവിടെ ബിസിനസ്സാണ്. പിന്നെ 3ാമത്തെ മോൻ കോഴിക്കോട് സെൻറ്റ് മൈക്കിൾസിൽ +2 പഠിപ്പിക്കുക, ഭാര്യ ആംഗ്ലോ ഇന്ത്യൻ +2 പഠിപ്പിക്കുക. എൻ്റെ അപ്പനും അമ്മയും എനിക്ക് 10 പഠിച്ചപ്പം അത് ഓർക്കുമ്പോൾ എന്നെ വിറയ്ക്കും. ഞാൻ 10 പബ്ലിക് പരീക്ഷ എഴുതാനിരുന്നപ്പോൾ നല്ല മാർക്കോടെ ജയിക്കേണ്ടതായിരുന്നു. ഇംഗ്ലീഷിന് തോറ്റു. അമ്മ എന്നെ ഒരിക്കലും പുറകോട്ട് പോരും. നല്ല ശക്തി തന്നു. ഞാൻ എന്നിട്ട് 3 മാസം കൊണ്ട് നല്ല മാർക്കോടെ പാസ്സായി. ഇംഗ്ലീഷിന് മാത്രമേ തോറ്റുള്ളായിരുന്നു. ഞാൻ പോവുകയില്ല ഇനി എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ഇനിയും പോകണം മോള്, ബാക്കി വിഷയത്തിന് ഞാൻ നല്ല മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഇംഗ്ലീഷിന് മാത്രമേ തോറ്റുള്ളൂ. ഞാൻ എന്നിട്ട് 3 മാസം കൊണ്ട് എല്ലാം എഴുതി നല്ല മാർക്കോടെ പാസ്സായി. അതെനിക്ക് വല്ലാണ്ട്. പിള്ളേർക്കും ഞാൻ ആ ശക്തി കൊടുത്ത് പഠിപ്പിച്ചു. അമ്മ തന്ന ശക്തി. ഇച്ചാച്ചനാണേലും അതെ, ഓടി വന്ന് എന്നോട് മോളൊന്നും വിഷമിക്കില്ല അങ്ങനെ പറഞ്ഞ് ഇച്ചാച്ചനും അമ്മയും ഞങ്ങളെ നല്ലപോലെ നോക്കി. ഞാൻ അന്നമ്മച്ചിയുടെ മൂത്ത ഇരട്ടപ്പിള്ളേരിൽ ഒരാളാണ്. ഇതെന്റെ മൂത്ത മകളാണ് ഇരിക്കുന്നത്. എനിക്ക് എന്റെ മാതാപിതാക്കന്മാരെ പറ്റി പറയാൻ നന്മകൾ മാത്രമേ ഉള്ളൂ. എന്റെ പിതാവ് ഉപാധികളില്ലാതെ സഹോദര സ്നേഹം കാണിച്ചു തന്നയാളാണ്. എന്റെ അമ്മ എന്തെങ്കിലും സഹനം പറഞ്ഞ ഉടനെ എന്റെ മോന് ഈശോയുടെ പീഡാനുഭവത്തോട് ചേർത്ത് കാഴ്ചവെക്കാൻ പറഞ്ഞു തരും എപ്പോഴും. അത്രയ്ക്കും നല്ലൊരു അമ്മയാണ്. എന്റെ വല്യമ്മച്ചിയാണ് അന്നമ്മച്ചി. ഞങ്ങള് കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടേ ഞങ്ങളെ ഇവിടുന്ന് ഞങ്ങളുടെ വീട് കോട്ടയം എരുമേലിയായിരുന്നു. ഇവിടുന്ന് ഞങ്ങളെ എന്നും അവധിക്ക് അവിടെ ചെല്ലും. അന്നേരം ഞങ്ങളുടെ വല്യമ്മ അതുപോലെ ഞങ്ങളെ സംരക്ഷിക്കാന്ന് പറഞ്ഞാൽ അതുപോലെ സംരക്ഷിക്കുമായിരുന്നു. നല്ല പാചകക്കാരിയായിരുന്നു. അവിടെ നിന്ന് നമ്മള് അലുവായൊക്കെ വലിയ ഓട്ട് ഉരുളിക്കകത്ത് ഒക്കെ ഉണ്ടാക്കി
അങ്ങനെ ഞങ്ങള് എല്ലാരും കൂടെ നിന്ന് ഉണ്ടാക്കി തന്ന്, അതുപോലെ പലഹാരങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കി പെട്ടിയിൽ ഇങ്ങനെ നിറച്ച് വെക്കുമായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു ആഘോഷമായിരുന്നു. ഇതുപോലെ വീട്ടിൽ പോകുന്നുള്ളത് ഒരു ആഘോഷമായിരുന്നു. അച്ഛന്റെ ചേട്ടാനിയന്മാരും മക്കളും എല്ലാം ഭയങ്കര കൂട്ടായി, എല്ലാരുമായിട്ട് സ്നേഹവും ആര് വന്നാലും എന്തൊക്കെയാണേലും അവർക്ക് ഭക്ഷണം കൊടുത്തേ വിടുള്ളൂ. ഏത് പാവപ്പെട്ടവർ വന്നെന്ന് പറഞ്ഞാലും ആര് വന്നാലും, ഒരു ബന്ധുക്കാര് വന്നാലും ആര് വന്നാലും കഴിപ്പിച്ചിട്ടേ അവരെ വിടുകൊള്ളൂ. അതുപോലെ കഷ്ടപ്പെട്ട് ഒരു പരാതി പറഞ്ഞ് ഇന്നേ അവർ കേട്ടിട്ടില്ല, ഒരു പരാതിയും ഇല്ല. അതുപോലെ നല്ല ഒരു അമ്മച്ചിയായിരുന്നു. ഒരു കുറ്റം ആരെ പറ്റിയും പറയത്തില്ല. ഒരു മക്കളെ പറ്റി മരുമക്കളെ പറ്റി ഒന്നും പറഞ്ഞ് ഇന്നേ വരെ കേട്ടിട്ടില്ല. എൻ്റെ പേര് ഗ്രേസി. എൻ്റെ മാതാപിതാക്കളുടെ മൂന്നാമത്തെ മകളാണ് ഞാൻ. എന്നെ കല്യാണം കഴിച്ചത് വയനാട്ടിൽ തന്നെ ഐക്യരത്താഴത്ത് കുടുംബത്തിലേക്കാണ്. എൻ്റെ ഭർത്താവ് എയർഫോഴ്സിലായിരുന്നു. 20 വർഷത്തിന് ശേഷം വീണ്ടും LICയിൽ അദ്ദേഹം 20 വർഷം കൂടി വർക്ക് ചെയ്തു. 2 കൊല്ലം മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. പിന്നെ എനിക്ക് 3 മക്കളാണ്. 2 പേര്, ഒരാൾ ഓസ്ട്രേലിയ, ഒരാൾ ന്യൂസിലാൻഡ്, ഒരാൾ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്ക് 5 കൊച്ചുമക്കളുണ്ട്. ഞങ്ങളെല്ലാവരും എൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും നിന്ന് കിട്ടിയ എല്ലാ ഗുണങ്ങളും ഞങ്ങളുടെ മക്കളും ഞങ്ങൾ വഴി മക്കൾക്കും കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും പരസ്പരം യോജിപ്പിലും സ്നേഹത്തിലും ആണ് ജീവിക്കുന്നത്. പിന്നെ ഞാനൊരു ഹോം സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ടായിരുന്നു. ഭർത്താവിൻ്റെ ആക്സിഡൻറ്റോടുകൂടി ഞാനത് നിർത്തിയതാണ്. പാചക ക്ലാസ് അങ്ങനെയുള്ള എല്ലാ ക്ലാസ്സുകളും ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഞാൻ മോൻ്റെ കൂടെ ബാംഗ്ലൂർ ആയതുകൊണ്ട് ആ വർക്കുകളൊന്നും ഇപ്പം ഞാൻ നിർത്തി വച്ചിരിക്കുകയാണ്. പിന്നെ എൻ്റെ അമ്മയുടെ അപ്പൻ്റെയും ഒത്തിരി ഗുണങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾക്കെല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും എപ്പോഴും ഇവിടെ കൂടുകയും ഞങ്ങളുടെ തറവാട്ടിൽ കൂടുകയും ഒന്നിച്ച് എല്ലാവരും കൂടി വരാൻ ഇപ്പോഴും ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. എൻ്റെ പേര് മേഴ്സി. ഞാൻ 4ാമത്തെ മോളാണ്. എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് ആലക്കോട് ഞാവള്ളിയിലാണ്. ഭർത്താവിൻ്റെ പേര് ജോയ്സ്. കൃഷിക്കാരനാണ്. പിന്നെ ഞങ്ങൾക്ക് 2 മക്കളാണ്, ഒരു മോളും ഒരു മോനും. മോള് അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു, ഫാമിലിയായിട്ട് താമസിക്കുന്നു. മോൻ അയർലൻഡിൽ, അവന് ഫാമിലിയായിട്ട് താമസിക്കുന്നു. അവിടെ ഞങ്ങൾ 2 പേരേ ഉള്ളൂ ഇപ്പോൾ വീട്ടിൽ. പിന്നെ ഞങ്ങൾ എപ്പോഴും ഇവിടെ വീട്ടിൽ സാധാരണ എപ്പോഴും വന്നുകൊണ്ടിരുന്നതാണ്. അപ്പം ഇപ്പം ഒരു തിരക്ക് കാരണമാണ് ഭർത്താവിന് വരാൻ പറ്റാതിരുന്നത്. അപ്പോൾ പിന്നെ ചെറുപ്പത്തിലാണെങ്കിലും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 41 വർഷമായി. അപ്പോൾ അന്ന് മുതൽ വരുമ്പോൾ ഞങ്ങളുടെ മക്കളെ വളർത്തിയതും, പിന്നെ ഇവിടെ വന്ന് പ്രസവം കഴിഞ്ഞ് ഇവിടെ നിൽക്കുമ്പോൾ 4 മാസം അമ്മ ഇച്ചാച്ചനും കൂടിയാണ് ഞങ്ങളുടെ മക്കളെയൊക്കെ വളർത്തി എല്ലാം കൊണ്ടുവിടുന്നത്. അതൊക്കെ എന്നും വലിയൊരു ഇതാണ്. ഞങ്ങൾക്ക് അത്രയും ഞങ്ങളുടെ മക്കളെ നോക്കാൻ അത്രയും കെയറായിട്ട് പറ്റിയിട്ടില്ല. അമ്മ ചെറുപ്പത്തിൽ എന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട്, വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ്. അതിപ്പോൾ എൻ്റെ കൊച്ചുമക്കൾ പ്രാർത്ഥിക്കും. അപ്പോൾ അവർ പറയും, അമ്മച്ചി പഠിപ്പിച്ച വലിയ ഇതാണല്ലോ എന്ന് പറയും. അത് രാവിലെ എണീക്കുമ്പം മാതാവിനെ സമർപ്പിച്ച് എണീറ്റ് പോകണമെന്ന് പറയും. അതും ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചു, അവർ കൊച്ചുമക്കളെയും പഠിപ്പിച്ചു. ഇച്ചാച്ചനെ കൊച്ചുമക്കൾ കണ്ടിട്ടില്ല, അവർക്കത് അറിയത്തില്ല. എന്നാലും ഇച്ചാച്ചൻ ഭയങ്കര സ്നേഹമുള്ള ആളായിരുന്നു. ഞങ്ങളൊരു വിഷമം വന്നു, കണ്ണൊക്കെ വന്ന് തലയിൽ വന്നൊരു തിരുമ്മി സാരമില്ല മോളെ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഇപ്പം ഓർക്കുമ്പോൾ അതൊക്കെയാണ് ഏറ്റവും വലിയൊരിത്. എൻ്റെ പേര് ലിസി. എൻ്റെ അമ്മയുടെ ഇച്ചാച്ചൻ്റെ 5ാമത്തെ മോളാണ് ഞാൻ. എനിക്ക് 3 മക്കളാണ്. 3 പേരും വിവാഹിതരായി നന്നായി പോന്നു. പിന്നെ എനിക്ക് എൻ്റെ അമ്മയെ ഇച്ചാച്ചൻ എന്ന് പറഞ്ഞാലാണ് എല്ലാം. അമ്മയുടെ ജീവിതത്തിൻ്റെ ത്യാഗവും സഹനമൊക്കെ കണ്ട് ഞാനും കുടുംബജീവിതത്തിൽ അതൊക്കെ ജീവിതങ്ങളൊക്കെ തരണം ചെയ്യാനുള്ള ശക്തിയെല്ലാം കിട്ടിയത് അമ്മയുടെ ജീവിതമാണ്. പിന്നെ എൻ്റെ ഇച്ചാച്ചൻ്റെ സ്നേഹം പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റിയല്ല. ഞാൻ എൻ്റെ ഇച്ചാച്ചനെ പോലെ ഇരിക്കുന്നതെന്ന് എല്ലാവരും പറയും. അതെനിക്ക് ഏറ്റവും വലിയ അഭിമാനമാണ്. അതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ എൻ്റെ അമ്മയും അപ്പനെ കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ. ഞാൻ എൻ്റെ ഇച്ചാച്ചൻ്റെ അമ്മയുടെ 6ാമത്തെ മോളാണ്. എന്നെ കെട്ടിച്ചിരിക്കുന്നത് ആലക്കോട് മണ്ണൂരാണ്.
എൻ്റെ ഭർത്താവിന് ഇന്ന് വരാൻ പറ്റിയില്ല. രൂപതയുടെ ആർക്കിടെക്റ്റാണ് തലശ്ശേരിയിൽ. അതുകൊണ്ട് അവിടെ 2 പള്ളിക്ക് കുറ്റിയടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് വരാൻ പറ്റിയില്ല. എനിക്ക് 3 മക്കളാണുള്ളത്. മൂത്തത് 2 പെൺപിള്ളേർ, അവരെ കല്യാണം കഴിച്ചയച്ചു. ഇളയത് ചെറിയ മോനാണ്. അവൻ ആന്ധ്രയിൽ എൻജിനീയറിങ്ങിന് ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. പിന്നെ എൻ്റെ ഇച്ചാച്ചൻ എന്നെ ആണിക്കുട്ടി എന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ. ആനി തന്നെ വീട്ടിൽ വിളിക്കുന്ന പേര്. എൻ്റെ അമ്മ എന്ത് ടെൻഷൻ വന്നാലും ഓടി ഞാൻ ആലക്കോട് നിന്ന് ഇവിടെ എത്തും. എൻ്റെ അമ്മയുടെ കയ്യിൽ ഒന്നിരുന്നാൽ പിന്നെ എനിക്കത് ഏറ്റവും വലിയ സമാധാനമാണ്. എൻ്റെ ഇച്ചാച്ചൻ ആണിക്കുട്ടി എന്ന് പറഞ്ഞ് എൻ്റെ തലയിലൊന്ന് തലോടിയാൽ എനിക്ക് പിന്നെ ജീവിതത്തിൽ അതിലും വലിയൊരു സന്തോഷമില്ല. ഇപ്പോഴും ഞാൻ അത് അനുഭവിക്കുന്നുണ്ട്, ഇച്ചാച്ചൻ അടുത്തില്ലെങ്കിലും. 7ാമത്തെ മകനായിട്ടാണ് എൻ്റെ ജനനം. 6 പെൺമക്കൾക്ക് ശേഷമുള്ള ആളാണ്. പിതാവ് എപ്പോഴും പറയുമായിരുന്നു, ഒരുപാട് നേർച്ചകൾ നേർന്ന ശേഷം ഉണ്ടായ ആളാണ് ഞാൻ. അതുപോലെ തന്നെ ഞാൻ ജനിച്ചത് വാഴൂർ, കോട്ടയം വാഴൂരാണെങ്കിലും എൻ്റെ പഠനവും ബാക്കിയുള്ള പരിപാടികളെല്ലാം പൂതംപാറയായിരുന്നു. പിന്നെ എപ്പോഴും അമ്മ ഞങ്ങൾക്ക് വേറെ സാന്നിധ്യമായിരുന്നു. എൻ്റെ പേര് ബാസ്ലി എന്നാണ്. ഇവിടുത്തെ മൂത്ത മകൻ്റെ ഭാര്യയാണ് ഞാൻ. ഇച്ചാച്ചനും അമ്മയ്ക്കും 6 പെൺമക്കളാണ് ആദ്യം ഉണ്ടായിരുന്നത്. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ശേഷമുണ്ടായ ഓമനിച്ചുണ്ടായ ഒരു മകനാണ് ജോഷി എന്നാണ് എൻ്റെ ഭർത്താവിൻ്റെ പേര്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ല, ബഹ്റൈനിലാണ് ഉള്ളത്. ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്. ഇത് മൂത്ത മകൻ നോയൽ, രണ്ടാമതൊരു മകനുണ്ട് ആൻഡ്രൂസ്, അവന് ഇൻറ്റേൺഷിപ്പായിട്ട് ഡെറാഡൂണിലാണുള്ളത്. ഇത് ഇളയ മോളാണ്, 11ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അന്ന എന്നാണ് ഇവളുടെ പേര്. ഞാനിവിടെ വന്നിട്ട് 30 വർഷമായി. ഈ വീട്ടിൽ വരാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. 16 വർഷം മുൻപ് ഇവിടുത്തെ ഇച്ചാച്ചൻ മരിച്ചു പോയിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസൻസ് എനിക്ക് എപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, മക്കളെയും കൊച്ചുമക്കളെയും മരുമക്കളെയും എല്ലാ ആൾക്കാരെയും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപോലെ കൊണ്ടു നടക്കാൻ കഴിയുന്ന അത്രയും വിശാല ഹൃദയമുള്ള ഒരാളായിരുന്നു ഇച്ചാച്ചൻ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെയൊക്കെ ഇവിടെയുള്ള ജീവിതം ഏറ്റവും സന്തോഷകരമായിരുന്നു. അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു സ്ത്രീയാണ് അമ്മ. ഇപ്പോൾ 94 വയസ്സായി എങ്കിലും പുതിയൊരു ജനറേഷൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് ഉണ്ട്. അത് വസ്ത്രധാരണത്തിലായാലും അമ്മയ്ക്കുണ്ട് അഭിപ്രായം, ഭക്ഷണം ഉണ്ടാക്കുന്നതിലാണെങ്കിലും ഉണ്ട്, വീട് അലങ്കരിക്കുന്നതിലാണെങ്കിലും ഉണ്ട്. എല്ലാ കാര്യങ്ങളിലും അമ്മ അത് മികവ് പുലർത്തിയിട്ടുണ്ട്. പിന്നെ അമ്മയാണ് ഈ വീടിൻ്റെ നെടുന്തൂണ്, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വളർന്നുകൊണ്ടായിരിക്കും ഞങ്ങൾ ഭാര്യമാരായി വന്നിട്ടുള്ള 3 പേർക്കും ഞങ്ങളുടെയൊക്കെ വീടുകളിൽ അതിൻ്റേതായ സ്വാതന്ത്ര്യം എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. എന്ത് ചെയ്യുന്നതിനും നമുക്കൊരു സ്വാതന്ത്ര്യക്കുറവ് ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ ഞാൻ ഇവിടെ തന്നെ ജോലി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീട്ടിലാണ് എന്ന് പറയുമ്പം അതിൻ്റെ ഒരു അംഗീകാരവും വളരെ വലുതാണ്. പിന്നെ ഇവൻ ഇച്ചാച്ചൻ്റെ അമ്മയുടെയും കൈകളിൽ കൂടി വളർന്നു വന്ന ഓമന മുത്താണെന്ന് തന്നെ പറയാം. ഇപ്പോഴും ഈ വീട്ടിലെ എല്ലാ കുടുംബാംഗങ്ങളിൽ വെച്ച് ഏറ്റവും ഓമനയായിട്ടുള്ളത് ഞങ്ങളുടെ ഈ മകൻ തന്നെയാണ്. അതൊക്കെ ഇവിടുത്തെ അമ്മയുടെയും ഇച്ചാച്ചൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകതയായി തന്നെ ഞാൻ കണക്കാക്കുകയാണ്. കളത്തൂർ കുടുംബത്തിലെ 8ാമത്തെ ആളാണ് ഞാൻ. 6 പെൺകുട്ടികൾക്ക് ശേഷം ജനിച്ച 3 ആൺമക്കളിൽ നടുവിലത്തെ ആളാണ് ഞാൻ. മലപ്പുറം ജില്ലയിലെ ഒരു സ്കൂൾ അധ്യാപകനാണ്. 2022 റിട്ടയറായി. എൻ്റെ ഭാര്യ ബിന്ദു കണ്ണൂർ ജില്ലയിലെ കുന്നപ്പള്ളി കുടുംബാംഗം, കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി കുന്നപ്പള്ളി കുടുംബാംഗമാണ് ഭാര്യ. എനിക്ക് 2 കുട്ടികളാണ്. മൂത്ത മകള് കാനഡയിൽ BDS കഴിഞ്ഞിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നു. അതുപോലെ മകൻ MSc മംഗലാപുരത്ത് സെൻറ്റ് അലോഷ്യസ് കോളേജിൽ പഠിപ്പിക്കുന്നു. ഇനി ഞങ്ങളുടെ അമ്മയും ചാച്ചനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ചാച്ചൻ എന്ന് പറയുന്നത് ഒരു സ്നേഹം ഞങ്ങൾക്ക് വാരി കോരി തന്നിട്ടുള്ള ഒരു വലിയ സ്നേഹത്തിൻ്റെ ഒരു വലിയ ഉറവിടമായിരുന്നു ചാച്ചൻ. ഞങ്ങളുടെ എല്ലാവരെയും മക്കളെല്ലാം ഒരുപോലെ കൂട്ടിപ്പിടിച്ച് ഇത്രയും സ്നേഹം വാരിക്കോരി മക്കൾക്ക് കൊടുത്ത ഒരപ്പനെ ഞാൻ കണ്ടിട്ടില്ല. അത്രയും സ്നേഹമായിരുന്നു. അതുപോലെ തന്നെ അമ്മയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അമ്മ ഈ വീടിൻ്റെ നെടുംതൂണായിരുന്നു എന്നുള്ളതിൽ സംശയമില്ല. മാത്രമല്ല, അമ്മയുടെ നിശ്ചയദാർഢ്യവും പ്രാർത്ഥനയും അതുപോലെ തന്നെ അമ്മയുടെ നേതൃത്വ പാഠവും ഞങ്ങൾക്ക് വളരെയധികം പ്രയോജനകരമായി. അമ്മ എൻ്റെ ജീവിതത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റു മക്കളൊക്കെ പെൺകുട്ടികളൊക്കെ കെട്ടിച്ചു വിട്ടെങ്കിലും അതിനുശേഷം എൻ്റെ ജ്യേഷ്ഠനും അനുജനും ഗൾഫിലായിരുന്ന സമയത്ത്
അമ്മയോടും ഇച്ചാച്ചനോടും കൂടി ചേർന്ന് നിന്ന് ഈ കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ പ്രവർത്തിക്കാൻ വേണ്ടി എനിക്ക് ദൈവം അനുഗ്രഹം തന്നിട്ടുണ്ട്. അതിന് എന്നെ വളർത്തി വലുതാക്കിയത് എൻ്റെ എല്ലാവിധ സവിശേഷതകളും അമ്മയിൽ നിന്ന് എനിക്ക് ലഭിച്ചതാണ് എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അമ്മയുടെ ഒരു അടുക്കും ചിട്ടയും നമുക്ക് എടുത്തു പറയേണ്ടതാണ്. കൃത്യനിഷ്ഠ, അടുക്കും ചിട്ടയും, വൃത്തി, ഇതെല്ലാം അമ്മ ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന ആളായിരുന്നു. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് അമ്മ അന്നു മുതൽ ഇന്ന് വരെ, മലബാറിൽ കുടിയേറിയ കാലം മുതൽ ഇവിടെ താമസിക്കുന്ന കാലം മുതൽ ഇന്ന് വരെ വെള്ള വസ്ത്രം മാത്രമേ ധരിച്ചിട്ടുള്ളൂ. ചട്ടയും മുണ്ടുവാണെങ്കിൽ അത് വെള്ള, തനി നല്ല തൂവെള്ള വെള്ള വസ്ത്രമായിരുന്നു അമ്മ ധരിച്ചിരുന്നത്. ഇന്നും അത് തന്നെയാണ് അമ്മ തുടരുന്നത്. ഞാൻ ജോൺസന്റെ ഭാര്യയാണ്. ഞാൻ ടീച്ചറാണ്. ഞാനിവിടെ വന്നിട്ട് 28 വർഷമായി. ഈ കുടുംബത്തിലേക്ക് വന്നതിൽ വളരെയധികം ഞാൻ അഭിമാനിക്കുന്നുണ്ട്. സ്നേഹം, ഞാനൊരു കൊച്ചു കുടുംബത്തിൽ നിന്നും വലിയ ഒരു കുടുംബത്തിലേക്ക് വന്നതാണ്. ആ വലിയ കുടുംബത്തിൽ 6 ചേച്ചിമാരും ഒരു ചേട്ടനും ഒരു അനിയനുമായി നിറഞ്ഞ സ്നേഹം തുളുമ്പി നിൽക്കുന്ന ഒരു കുടുംബമാണ്. ഇവിടുത്തെ പരസ്പര സ്നേഹവും സഹകരണവും ഞങ്ങളെയെല്ലാം വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അമ്മ ഇവിടെ വരുന്ന എല്ലാവർക്കും, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് എന്നെ ഏറ്റവും ആകർഷിച്ചൊരു കാര്യം, രാവിലെ തന്നെ ഈ അങ്ങാടിയിലുള്ള 4-5 കാരണവന്മാരായ ചേട്ടന്മാർ ഇവിടെ തിണ്ണയിൽ വന്ന് നിൽക്കും. അന്നമ്മേ എന്ന് വിളിക്കും. അവർക്കെല്ലാവർക്കുമുള്ള ചോറ് അമ്മ കൊടുക്കുന്നതാണ്. ഇവിടെ എപ്പോഴും കലം നിറച്ച് ചോറുണ്ടാകും. ഇവിടെ വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുത്തേ അമ്മ വിട്ടിട്ടുള്ളൂ. അമ്മയുടെ പാചക വൈദഗ്ധ്യം ഞങ്ങൾക്ക് മരുമക്കൾക്കും മക്കൾക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ 3 മരുമക്കളെയും ഒന്നിച്ച് സ്നേഹത്തോടെ കൊണ്ടു നടക്കുന്നതിൽ അമ്മ വളരെ ശ്രദ്ധാലുവാണ്. അമ്മയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കഴിവുകളാണ് ഇപ്പോഴും എനിക്ക് ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിച്ചിരിക്കുന്നത്. എൻ്റെ പേര് ബിജോയ്. ഞാൻ ഈ കുടുംബത്തിലെ 9ാമത്തെ ആളാണ്. ഞങ്ങൾക്ക് 6 പെണ്ണും 3 ആണുമാണ്. അതിൽ ഏറ്റവും ഇളയാണ് ഞാൻ. എൻ്റെ ഭാര്യ ആൻസി. ഞങ്ങൾക്ക് 3 പെമക്കളാണുള്ളത്. അതിൽ മൂത്തവൾ BEdന് മൈസൂർ സെൻറ്റ് ജോസഫ് കോളേജിൽ പഠിക്കുന്നു. രണ്ടാമത്തവൾ ടെസ ബിജോയ്, അവൾ +1 പഠിക്കുന്നു. മൂന്നാമത്തവൾ സേറ റോസ് ബിജോയ്, അവൾ കോഴിക്കോട് യൂണിവേഴ്സിറ്റി ജ്യേഷ്ഠൻ്റെ വീട്ടിൽ നിന്നിട്ട് വിദ്യാഭ്യാസം ചെയ്യുന്നു. ഇച്ചാച്ചനെ അമ്മച്ചെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇച്ചാച്ചൻ ആണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ സഹോദര സ്നേഹത്തിൻ്റെ അമൂല്യമായൊരു സമ്പത്തായിരുന്നു. സഹോദര സ്നേഹമാണ് ഇച്ചാച്ചൻ്റെ കൈമുതലായിട്ടുള്ളത്. അതുപോലെ മക്കളെയും സഹോദരങ്ങളെയെല്ലാം ഇച്ചാച്ചൻ ഒരുപോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അമ്മച്ചിയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാത്തിൻ്റെയും വിളക്കായിരുന്നു അമ്മ. എന്നെ ഒരു 5ാം ക്ലാസ് വരെ അമ്മ താലോലിച്ച് വളർത്തിയതാണ്. അതുപോലെ ഞാൻ വിദേശത്തായിരുന്നു. ആ സമയത്തെല്ലാം മക്കളെ വളർത്തിയതും എല്ലാം നോക്കിയതും വളർത്തിയതും എല്ലാം അമ്മയാണ്. എൻ്റെ എല്ലാ വിജയത്തിന് മുന്നിലും എല്ലാത്തിനും അമ്മയാണ് എൻ്റെ എല്ലാം. ഞാൻ ബിജോയുടെ ഭാര്യയാണ്. ഞാനൊരു ഹൈസ്കൂൾ ടീച്ചറാണ്. വയനാട് ജില്ലയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് രാവിലെ വളരെ നേരത്തെ ചിലപ്പം സ്കൂളിൽ പോകേണ്ടി വരും. ചിലപ്പോൾ വൈകുന്നേരം താമസിച്ചും ക്ലാസ് ഉണ്ടാവും. അപ്പോഴെല്ലാം ഞങ്ങളുടെ സ്കൂളിലെ ബാക്കി ടീച്ചർമാരെല്ലാം വളരെ ടെൻഷനായിരിക്കും അവർക്കൊക്കെ. പക്ഷെ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഒരു ടെൻഷനും അറിഞ്ഞിട്ടില്ല. കാരണം അവരെ ഞങ്ങളുടെ 3 മക്കളെയും നോക്കാൻ ഇവിടെ അമ്മയുണ്ടല്ലോ എന്നുള്ള വലിയൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. അമ്മയുടെ കാര്യം പറഞ്ഞാൽ, അമ്മ എല്ലാ കാര്യങ്ങളിലും അമ്മയായിരുന്നു ഈ വീടിൻ്റെ നെടുന്തൂണ്. അതുകൊണ്ട് തന്നെ അമ്മ വീട്ടിലെ കാര്യമാണെങ്കിലും ഡ്രസ്സ് ചെയ്യുന്ന കാര്യമാണെങ്കിലും എല്ലാം അമ്മ വളരെ താല്പര്യത്തോടെ ശ്രദ്ധിക്കുമായിരുന്നു. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ആദ്യമൊക്കെ സാരിയാണ് ഉടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സാരിയെല്ലാം അലക്കി തേച്ച് മടക്കി അമ്മ വെച്ചിട്ടുണ്ടാവും പിറ്റേ ദിവസത്തേക്കുള്ളത്. അപ്പോൾ എന്തെങ്കിലും ചുളുങ്ങുമൊക്കെ ചെയ്താൽ അമ്മ ചോദിക്കും, ഇങ്ങനെയാണോ സ്കൂളിൽ പോകുന്നതെന്ന്. അപ്പോൾ അങ്ങനെ അതുമാത്രമല്ല, പിള്ളേരെ എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് അമ്മയും ചാച്ചനും എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോവും. അതുകൊണ്ട് അവർ പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും പള്ളിയിൽ പോവും, ചാച്ചനും പോവും. അതുകൊണ്ട് തന്നെ പിള്ളേർക്കും വൈകുന്നേരം 7 മണിയാകുമ്പോൾ സന്ധ്യാപ്രാർത്ഥനയും നിർബന്ധമായിരുന്നു. ഇച്ചാച്ചൻ വളരെ ലളിത ജീവിതം നയിക്കുന്ന ഒരാളായിരുന്നു. എല്ലാവരോടും വളരെ സ്നേഹത്തോടെയായിരുന്നു പെരുമാറിയിരുന്നത്. ഇച്ചാച്ചൻ മരിച്ചിട്ട് 15 വർഷമായി. എന്നാലും ഇച്ചാച്ചൻ്റെ ആ നല്ല ഓർമ്മകളാണ് എപ്പോഴും ഞങ്ങളുടെ മുമ്പിലുള്ളത്. ഇച്ചാച്ചനെ പോലെ തന്നെ ഇച്ചാച്ചൻ എൻ്റെ
നഷ്ടം അറിയാത്ത വിധത്തിലാണ് അമ്മ ബാക്കി കാര്യങ്ങളെല്ലാം ഈ കഴിഞ്ഞ നാളുകളിൽ മുഴുവനും ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ തറവാട്ടിൽ ഉള്ളവരായതുകൊണ്ട് എപ്പോഴും അമ്മ പറയും ബാക്കി എല്ലാവരും വരുമ്പം അവരെ നന്നായിട്ട് ശ്രദ്ധിക്കണം, എല്ലാവരുടെ കാര്യങ്ങളും നോക്കണം എന്നൊക്കെ. അപ്പോൾ അതെല്ലാം എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി അമ്മ ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. അത് ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും അമ്മയ്ക്ക് നന്നായി ഭക്ഷണം പാചകം ചെയ്യാൻ അറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 മരുമക്കളും നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാനും എല്ലാവർക്കും കൊടുക്കാനും ശ്രദ്ധിക്കാറുണ്ട്. കളത്തൂരെന്ന് പറയുമ്പം ഇവിടെ വീട്ടിൽ എല്ലാവരും ഒത്തൊരുമിച്ച് ജീവിക്കുന്ന പോലെ തന്നെ നാട്ടിലും ഞങ്ങളെ എല്ലാവരും കളത്തൂരിയാന്ന് പറയുമ്പോൾ എല്ലാവരും ഞങ്ങളെ സ്നേഹത്തോടെയാണ് നോക്കാറുള്ളത്. അതുമാത്രമല്ല, എൻ്റെ സ്കൂളിലാണെങ്കിലും അവരൊക്കെ എല്ലാ ടീച്ചേഴ്സും അമ്മയെ കാണാനൊക്കെ വരും. അപ്പോൾ അവർക്കൊക്കെ അമ്മ സന്തോഷത്തോടെ ഇരിക്കുന്ന കാണുമ്പോൾ വലിയ സന്തോഷമാണ് അവർക്കൊക്കെ. അപ്പോൾ അമ്മ എല്ലാ നേരത്തും ഒരു നല്ല പ്രസരിപ്പോടെയാണ് അമ്മ ഞങ്ങളുടെ കൂടെ ഉള്ളത്. ഞങ്ങളുടെ 3 മക്കളും അമ്മയുടെ കൂടെയാണ് കിടന്നുറങ്ങുന്നത്. എൻ്റെ പേര് ആൻ്റണി. ഞാൻ ബഹ്റൈനിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അമ്മച്ചിയുടെ 10ാമത്തെ വളർത്തുപുത്രനാണ്. അമ്മച്ചിയുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഉപദേശവുമാണ് എൻ്റെ ജീവിതത്തിൻ്റെ വിജയം. സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഞാൻ അമ്മച്ചിയാണ് വിളിക്കാറുള്ളത്. അമ്മച്ചിയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ആണ് എൻ്റെ ജീവിതത്തിൻ്റെ വിജയം. അമ്മച്ചിക്ക് ആരോഗ്യവും ആയുസ്സും നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ 9 മക്കളാണെങ്കിലും അമ്മയ്ക്ക് ഉച്ചാച്ചനും 10ാമത് ഒരു മകൻ കൂടിയുണ്ട്. അതായത് ആൻ്റണി എന്നാണ് പേര്. ആൻ്റണി ഇപ്പോൾ ഇവിടെ ഇല്ല, ബഹറിൽ ജോലി ചെയ്യുന്നു. ആൻ്റണിയുടെ പ്രിയ പത്നിയാണ് റിറ്റി. അമ്മയോട് റിറ്റിയാണ് ഇവിടെ നിൽക്കുന്നത്. അവർക്ക് 2 മക്കൾ, 2 പെൺകുട്ടികൾ. മൂത്ത മോള് എൻജിനീയറിംഗ് കഴിഞ്ഞു, തൃശ്ശൂർ എൻജിനീയറിംഗ് കോളേജിൽ നിന്ന് എൻജിനീയറിംഗ് കഴിഞ്ഞു. 2ാമത്തെ മോള് യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരത്ത് ഡിഗ്രിക്ക് പഠിക്കുന്നു. അവൾ വെയ്റ്റ് ലിഫ്റ്റിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ മത്സരങ്ങളിൽ പങ്കെടുത്ത ഒരു മിടുക്കിയായ കുട്ടി കൂടിയാണ്. ഈ കുടുംബം ഞങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബം തന്നെയാണ്. അമ്മയുടെയും ചാച്ചൻ്റെയും ഒരുപാട് കാരുണ്യവും സ്നേഹവും ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു കുഞ്ഞനുജനായിട്ട് വളർന്നു വന്നതാണ് ആൻ്റണിയും ഇപ്പോൾ അവൻ്റെ കുടുംബവും. 9 മക്കളിൽ 10ാമത്തെ മരുമകളെ പോലെയാണ് ഇവിടെ വന്നു കയറിയത്. എനിക്ക് ഈ കുടുംബത്തിൽ അത്രയും സ്നേഹവും കരുതലും എല്ലാം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാനിവരെല്ലാം കണ്ടാണ് വളർന്നതും. എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇവരെല്ലാവരും എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അത് വളരെ സന്തോഷം തരുന്നു. എനിക്ക് ഇവിടെ വന്ന് കയറിയതിൽ തന്നെ വളരെ ഒരു സന്തോഷം തോന്നുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ കളത്തൂർ കുടുംബത്തിൻ്റെ നല്ല വിശേഷങ്ങളിലൂടെ നമ്മൾ പോവുകയായിരുന്നു. ഇതിൻ്റെ 1ാം ഭാഗം തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. മറക്കാതെ കാണണം. മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട, കണ്ണീരും വേണ്ട, കർത്താവാം ദൈവം കരം പിടിക്കും. ഭയമിനിയും വേണ്ട, കണ്ണീരും വേണ്ട, കർത്താവാം ദൈവം കരം പിടിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.